ഒരു പാവം പെൺകുട്ടി ഒരു കല്യാണ വസ്ത്രം ധരിച്ചു നോക്കാൻ ശ്രമിച്ചതും അവിടുത്തെ സ്റ്റാഫ് ഓടി വന്ന് അവളുടെ കയ്യിൽ നിന്നും ആ ഒരു വസ്ത്രം തിരിച്ചു വാങ്ങിക്കുകയാണ്. ഇത് കേട്ട ആ പെൺകുട്ടി ആ സ്റ്റാഫിനോട് കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾ ഇതിന് പണമടച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാനാകൂ എന്ന് പറയുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി ഞാനിത് ഇട്ട് നോക്കിയ ശേഷം എനിക്കിത് ഇഷ്ടപ്പെട്ടാൽ ഞാനിതിന് ക്യാഷ് തന്നോളാം എന്ന് പറയുന്നു. എന്നാൽ ആ അഹങ്കാരിയായ സ്റ്റാഫ് ഞങ്ങളുടെ ഷോപ്പിൽ ചില നിയമങ്ങളുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ആ പാവം പെൺകുട്ടി ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുകയാണ്. വേറൊരു പെണ്ണ് അവിടേക്ക് വന്ന് ക്യാഷ് പേ ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ഒരു ഡ്രസ്സ് ധരിച്ചു നോക്കുകയാണ്. ഇത് കണ്ടതും ആ പെൺകുട്ടി ആ സ്റ്റാഫിനോട് അവിടുത്തെ മാനേജറിനെ വിളിക്കാൻ പറയുന്നു. പക്ഷേ ആ മാനേജർ ആണെങ്കിൽ ആ പെൺകുട്ടിയോട് ഒരു മര്യാദയും കാണിക്കാതെ അവളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുകയാണ്. കൂടാതെ നിന്നെ പോലത്തെ ഓരോ പെൺകുട്ടികൾ ഇവിടെ വന്ന് ട്രൈ ചെയ്യാനെന്നും പറഞ്ഞ് ഡ്രസ്സ് ഇട്ടിട്ട് പേ ചെയ്യാതെ ഇവിടെ നിന്നും ഓടിപ്പോകും എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന പെൺകുട്ടിയോട് പെട്ടെന്ന് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകൂ എന്ന് പറയുകയാണ്. അപ്പോൾ അവിടേക്ക് ആ കടയുടെ ഓണർ വരികയും ഈ പെൺകുട്ടി ഇവിടുത്തെ ഡ്രസ്സ് മോഷ്ടിക്കാൻ വന്നതാണെന്ന് ആ സ്റ്റാഫുകളെല്ലാം ചേർന്ന് ഓണറിനോട് പറയുകയും ചെയ്യുന്നു. അവൾ ആ ഓണറോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാകുന്നത്, യഥാർത്ഥത്തിൽ ആ പാവം പെൺകുട്ടി ആ ഓണറുടെ വൈഫായിരുന്നുവെന്ന്. ശേഷം അവളുടെ നിറത്തിന്റെ പേരിലാണ് ഇവർ അവളോട് മോശമായി പെരുമാറിയതെന്ന് മനസ്സിലാക്കിയ ഓണർ ഒന്നും നോക്കാതെ അവരെ ആ ഷോപ്പിൽ നിന്ന് പിരിച്ചുവിടുകയാണ്.